നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. എവറസ്റ്റ് കീഴടക്കി മലയാളികൾക്ക് തന്നെ അഭിമാനമായി മഞ്ചേരി സ്വദേശിയായ സുഹറ. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയായി മാറിയിരിക്കുകയാണ് സുഹറ. ഒപ്പം ഈ വർഷം നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയും. സ്കൂൾ പഠനകാലം മുതൽ തന്നെ കായിക മേഖലയോടും ട്രക്കിങ്ങിനോടും താല്പര്യം പ്രകടിപ്പിച്ച സുഹറ വിവാഹശേഷവും അമ്മയായപ്പോഴും പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സുഹറ 2017 മലകളോട് മല്ലയുദ്ധം പ്രഖ്യാപിച്ചത്. ഭർത്താവ് സിറാജിന്റെ നാടായ വയനാട്ടിലെ മലനിരകളുമായിരുന്നു പ്രചോദനം. വയനാട് അനുഭവം വലിയ ഉയരങ്ങൾ നേടാനുള്ള ആവേശം സമ്മാനിച്ചു. എഞ്ചിനീയറായ ഭർത്താവ് സിറാജിനൊപ്പം ബംഗളൂരുവിൽ താമസമാക്കിയതോടെ പർവ്വതാരോഹണ പരിശീലനങ്ങൾ കൂടുതൽ സജീവമായി. 8846.86 മീറ്റർ ഉയരമാണ് സുഹറ കീഴടക്കിയത്. ആധുനിക സാങ്കേതികതയും ഉപകരണങ്ങളും ദൌത്യത്തെ ശാസ്ത്രീയമായി ഏറ്റെടുക്കാൻ സഹായകമാകുന്നുണ്ടെങ്കിലും കാലാവസ്ഥയുടെ അസ്വാഭാവികത മുമ്പത്തേക്കാൾ എവറസ്റ്റ് ദൌത്യത്തെ കഠിനമാക്കുകയാണ്. തനിക്കും യാത്രക്കിടയിൽ ഇത്തരം ഒട്ടേറെ വെല്ലുവിളികളുണ്ടായതായി സുഹറ പറഞ്ഞു. ക്യാമ്പ് 1 ഖുംബു ഹിമനദി കടക്കേണ്ടതുണ്ട്. അവിടെ വലിയൊരു മഞ്ഞുകട്ട ട്രക്കിംഗ് ബുദ്ധിമുട്ടാക്കി. തുടർന്ന് ഒരാഴ്ചയോളം ബേസ് ക്യാമ്പിൽ കുടുങ്ങി. കഴിഞ്ഞ സമ്മിറ്റ് സീസണിൽ എവറസ്റ്റ് ആരോഹണത്തിലെ അവസാന ഘട്ടമായ ക്യാമ്പ് 4 നിൽക്കെ മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നു. ഈ വർഷം എലൈറ്റ് എക്സ്പെഡിഷൻ ഏജൻസിക്കൊപ്പമായിരുന്നു യാത്ര. നേപ്പാൾ ഭാഗത്തുകൂടി ഒറ്റ ദിവസം കൊണ്ടാണ് സുഹറയും കൂട്ടുകാരും ദൌത്യം പൂർത്തിയാക്കിയത്. 3 ഇന്ത്യക്കാരടക്കം സംഘത്തിലെ 274 പേർ ലക്ഷ്യം കണ്ടു. ഏകദേശം 40 ലക്ഷത്തോളം രൂപ എവറസ്റ്റ് പര്യവേഷണത്തിനായി ചെലവായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളായ എമിർ എഹാബ് മക്കളാണ്. മഞ്ചേരി വല്യാട്ടുപറമ്പ് തുഷാരയിൽ റിട്ടയർഡ് PWD എഞ്ചിനീയർ അബ്ദുൾ ജലീലിന്റെയും റിട്ടയർഡ് നഴ്സിംഗ് ഓഫീസർ ആയിഷാബിയുടെയും മകളാണ് സുഹറ. ചാനൽ 10 മഞ്ചേരി. നമസ്കാരം. എല്ലാവരും കോപ്പില്ല, നിങ്ങൾ അറിഞ്ഞാണോ ഇപ്പൊ നടക്കുന്നതൊക്കെ? പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ വരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, India's first and largest smartphone institute. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.